everyone, welcome back to my channel. So ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണാനായിട്ട് പോകുന്നത് ഈയിടെ ട്രെൻഡിങ് ആയിട്ട് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു ടോപ്പിക്കാണ്, ക്ലീൻ മേക്കപ്പ് ലുക്ക്. അപ്പോൾ ഈ ചെയ്തിരിക്കുന്ന ഈ ഒരു മേക്കപ്പ് ലുക്കാണ് ഞാൻ കാണിക്കാനായിട്ട് പോകുന്നത്. വളരെ സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റിയ, വളരെ കുറച്ച് പ്രൊഡക്റ്റ്സ് യൂസ് ചെയ്ത് ചെയ്യാൻ പറ്റിയ ഒരു മേക്കപ്പ് ലുക്കാണ് ഇത്. മേക്കപ്പ് ലുക്ക് മാത്രമല്ല, മേക്കപ്പ് ലുക്ക് ചെയ്യുന്നതിന് മുന്നേ, അതായത് മേക്കപ്പ് ചെയ്യുന്നതിന് മുന്നേയും നമ്മൾ കുറച്ച് സ്റ്റെപ്സ് ഫോളോ ചെയ്യേണ്ടതായിട്ടുണ്ട്. അതായത് കുറച്ച് സ്റ്റെപ്സ് നമ്മൾ ചെയ്യേണ്ടതായിട്ടുണ്ട്. അത് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നല്ല സൂപ്പർ ഗ്ലോയിങ്, ഡൂയി, ക്ലീൻ മേക്കപ്പ് ലുക്ക് നമുക്ക് ക്രിയേറ്റ് ചെയ്തെടുക്കാനായിട്ട് പറ്റും. കണ്ടാൽ മനസ്സിലാവും, ഭയങ്കര സിമ്പിളായിട്ടുള്ളൊരു മേക്കപ്പ് ലുക്കാണ്. നമ്മൾ മേക്കപ്പ് വളരെ കുറച്ച്, വളരെ 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 കുറച്ച് മാത്രമേ ഇട്ടിട്ടുള്ളൂ. ഓക്കെ, അപ്പോൾ കുറച്ച് ടിപ്സും ട്രിക്സും ഒക്കെ പറയുന്നുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് വീഡിയോ ഫുള്ളായിട്ട് കാണുക, മിസ് ചെയ്യാതെ കാണുക. അപ്പോൾ വീഡിയോക്ക് പോകുന്നതിന് മുന്നേ എന്നെ ആദ്യമായിട്ടാണ് ആരും കാണുന്നുണ്ടെങ്കിൽ, ഹായ്, എൻ്റെ പേര് പാർവതി, ഇതാണ് നമ്മുടെ ചാനൽ. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, ഇൻസ്റ്റാഗ്രാമിൽ ഞാൻ വീഡിയോസൊക്കെ ഇടുന്നുണ്ട്, കാണാൻ താല്പര്യമുള്ള അവിടെ വരിക. ഇതാണ് എൻ്റെ ഇൻസ്റ്റാഗ്രാം ID. അപ്പോൾ നമുക്ക് ഒട്ടും താമസിക്കാതെ നേരെ വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ ഏതൊരു മേക്കപ്പ് ലുക്ക് ചെയ്യുകയാണെങ്കിലും നമ്മുടെ ഫേസ് നന്നായിട്ട് തന്നെ പ്രെപ്പ് ചെയ്തിരിക്കണം. അപ്പോൾ പ്രെപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് സ്റ്റെപ്സ് മേക്കപ്പ് ചെയ്യുന്നതിന് മുന്നേ ചെയ്യും. അപ്പോൾ അതാണ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്. ഓക്കെ, പ്രത്യേകിച്ച് ഈ ഒരു ക്ലീൻ മേക്കപ്പ് ലുക്കിൽ നമ്മൾ ഒത്തിരി മേക്കപ്പ് പ്രൊഡക്ട്സ് യൂസ് ചെയ്യുന്നില്ലല്ലോ. അപ്പോൾ ഏറ്റവും കൂടുതൽ ഇതിൽ വരുന്നത് സ്കിൻ കെയർ ആണ്. അപ്പോൾ സ്കിൻ കെയർ നന്നായിട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ സ്കിന്നിന് അതനുസരിച്ച് ഉള്ള ഒരു റിസൾട്ടായിരിക്കും നമുക്ക് തരുന്നത്. ഓരോ സ്റ്റെപ്സിനും അതിൻ്റേതായ ഇമ്പോർട്ടൻസ് ഉണ്ട്. അപ്പോൾ ഈ എല്ലാ സ്റ്റെപ്സും കഴിഞ്ഞിട്ട് വേണം നിങ്ങൾ മേക്കപ്പ് ചെയ്യാനായിട്ട്. അപ്പോൾ ആദ്യം തന്നെ ഞാൻ എൻ്റെ ഫേസ് ഒന്ന് ക്ലെൻസ് ചെയ്യാനായിട്ട് പോവാണ്. അപ്പോൾ ക്ലെൻസിങ്ങിന് വേണ്ടിയിട്ട് ഞാനിവിടെ യൂസ് ചെയ്യുന്നത് കഫേൻ്റെ നേക്കഡ് ആൻഡ് റോ കോഫി ഫേസ് വാഷാണ്. ഇത് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു ഫേസ് വാഷാണ്. കാരണം എനിക്ക് ഒത്തിരി പിമ്പിൾസ് ഉണ്ടായിരുന്ന സമയത്ത് ഞാൻ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്തിട്ടുള്ളൊരു ഫേസ് വാഷാണ്. നിങ്ങൾക്ക് കോമ്പിനേഷൻ സ്കിന്നാണ്, ഓയിലി സ്കിന്നാണ്, നോർമൽ സ്കിന്നാണ് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ട്രൈ ചെയ്യാൻ പറ്റിയ ഒരു ഫേസ് വാഷാണ്. നോട്ട് ഫോർ ഡ്രൈ സ്കിൻ, നോർമൽ ടു ഓയിലി സ്കിന്നുകാർക്ക് തീർച്ചയായിട്ടും ഈ ഒരു പ്രോഡക്റ്റ് ട്രൈ ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പോൾ ഇത് ഏകദേശം തീർന്നു കേട്ടോ. ഇത് ഞാനിങ്ങനെ പ്രസ് ചെയ്ത് വേണം ഇതിൽ നിന്ന് എനിക്ക് പ്രോഡക്റ്റ് എടുക്കാനായിട്ട്. മാക്സിമം ഒന്ന് അതിൽ നിന്ന് ഊറ്റിയെടുത്തിട്ട് വേണം കളയാനായിട്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ ഫേസ് വാഷ് ചെയ്യുന്ന സമയത്ത് അറ്റ്ലീസ്റ്റ് 60 സെക്കൻഡ്സ് എങ്കിലും, അതായത് 1 മിനിറ്റ് നിങ്ങൾ ഇങ്ങനെ ഫേസിൽ നന്നായിട്ട് ക്ലെൻസ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ മാക്സിമം ഫേസിലുള്ള ഗങ്സും പൊല്യൂട്ടൻസും ഡോട്ട്സും ഒക്കെ റിമൂവ് ചെയ്തിട്ട് നിങ്ങൾക്ക് നല്ല ക്ലിയർ സ്കിന്ന് കിട്ടാനായിട്ട് ഇത് ഹെൽപ്പ് ചെയ്യും. അപ്പോൾ നിങ്ങൾക്ക് ഹോം മെയ്ഡ് ആയിട്ടുള്ള ഫേസ് വാഷ് യൂസ് ചെയ്താൽ മതി എന്നുള്ള താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ നമ്മുടെ കടലമാവ് എടുത്തിട്ട് അതിലേക്ക് കുറച്ച് പാലും കൂടെ ആഡ് ചെയ്ത് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം അത് നിങ്ങൾക്ക് ഫേസ് വാഷായിട്ട് യൂസ് ചെയ്യാം. ഇപ്പോൾ ഞാൻ തൽക്കാലം അത് ചെയ്യാനുള്ളൊരു മടി കാരണമാണ് സാധാ ക്ലെൻസർ എടുത്ത് യൂസ് ചെയ്തത്. നിങ്ങൾക്ക് ഹോം മെയ്ഡ് ആയിട്ടുള്ള ക്ലെൻസേഴ്സാണ് താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതൊന്ന് ട്രൈ ചെയ്ത് നോക്കും. ഫേസ് ക്ലെൻസ് ചെയ്തതിന് ശേഷം അടുത്ത് ഞാൻ ചെയ്യാൻ പോകുന്നത് എക്സ്ഫോളിയേഷൻ ആണ്. അപ്പോൾ ഞാൻ ഒരു മൈൽഡ് എക്സ്ഫോളിയേറ്റർ എടുത്തിട്ട് ജസ്റ്റ് ഒന്ന് എക്സ്ഫോളിയേറ്റ് ചെയ്ത് കൊടുക്കാൻ പോവുകയാണ്. വേറൊന്നുമല്ല, നമ്മുടെ മേക്കപ്പ് അത്രയും റിസൾട്ട് നമുക്ക് കിട്ടണം എന്നുണ്ടെങ്കിൽ നമ്മുടെ ഫേസിൽ ഡെഡ് സ്കിൻസോ അതുപോലെ ടാൻ അതുപോലുള്ള കാര്യങ്ങളൊന്നും ഉണ്ടാവാൻ പാടില്ല. നമ്മൾ മിനിമം മേക്കപ്പാണ് യൂസ് ചെയ്യാൻ പോകുന്നത്. സോ നമ്മൾ നന്നായിട്ട് തന്നെ ഫേസ് ക്ലെൻസ് ചെയ്ത് ചെറുതായിട്ടൊന്ന് എക്സ്ഫോളിയേറ്റ് ചെയ്യണം. അപ്പോൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അത് അതുവഴി അങ്ങ് പൊക്കോളും. ഓക്കെ, അപ്പോൾ എക്സ്ഫോളിയേഷന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഇവിടെ യൂസ് ചെയ്യുന്നത് മെർമെയ്ഡ് ബെറി ഫൺ എന്ന് പറഞ്ഞ ഒരു ബ്രാൻഡിൽ നിന്നുള്ള ഒരു ഫേഷ്യൽ സ്ക്രബാണ്. ഓക്കെ, അതെനിക്ക് PR വന്ന ഒരു പ്രോഡക്റ്റാണ്. അപ്പോൾ ഇത് ജസ്റ്റ് ഒന്ന് ഫേസിൽ അപ്ലൈ ചെയ്തതിന് ശേഷം ഒന്ന് ചെറുതായിട്ടൊന്ന് എക്സ്ഫോളിയേറ്റ് ചെയ്യാനായിട്ട് പോവാണ്. വളരെ ജെൻറ്റിലായിട്ടാണ് കേട്ടോ, ഞാൻ ഭയങ്കര ഹാർഷായിട്ട് ഇങ്ങനെ ഒന്നും റബ്ബ് ചെയ്യണില്ല. ജസ്റ്റ് സോഫ്റ്റായിട്ട് മാത്രമേ റബ്ബ് ചെയ്യുന്നുള്ളൂ. കാരണം അതിൻ്റെ അകത്ത് അത്രയും തരിതരിപ്പുള്ളതുണ്ട്. നമ്മളങ്ങനെ ഹാർഷായിട്ട് റബ്ബ് ചെയ്യേണ്ട ആവശ്യമില്ല. ലിപ്സ് ഞാനൊന്ന് സ്ക്രബ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. സെപ്പറേറ്റ് ലിപ്പ് സ്ക്രബൊന്നും എടുക്കുന്നില്ല. ജസ്റ്റ് നമ്മൾ ഫേസ് സ്ക്രബ് ചെയ്യുന്ന സമയത്ത് തന്നെ ലിപ്സും കൂടെ ജസ്റ്റ് ഒന്ന് സ്ക്രബ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ നിങ്ങൾ ചിലപ്പോൾ മേക്കപ്പ് ഇടുന്ന സമയത്ത് നിങ്ങൾക്ക് തന്നെ തോന്നിയിട്ടുണ്ടാവും, ഞാൻ മേക്കപ്പ് ഇടുമ്പോൾ മാത്രം എന്താണ് ഇതുപോലെ ഒരു പാച്ചി ആയിട്ട് അല്ലെങ്കിൽ കേക്കി ആയിട്ട് അല്ലെങ്കിൽ ഒരു ഭംഗിയില്ലാത്ത രീതിയിൽ മേക്കപ്പ്
ആ വരുന്നത് കംപ്ലീറ്റ് ലുക്ക് വരുമ്പോഴത്തേക്ക് അതെന്താ അങ്ങനെ വരണേ നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടാകും. വേറെ ഒന്നുമല്ല, നമ്മളെ സ്കിന്ന് എത്രത്തോളം നമ്മൾ പ്രിപ്പ് ചെയ്യൂ അതനുസരിച്ചിരിക്കും നമ്മളെ മേക്കപ്പും. ഓക്കെ, അതുകൊണ്ടാണ് നമ്മൾ കല്യാണം അതായത് മാരേജൊക്കെ ഫിക്സ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും കല്യാണം അടുപ്പിക്കുമ്പോൾ നമ്മളിപ്പോൾ ഫേഷ്യലൊക്കെ ചെയ്ത് ഹെയറൊക്കെ റിമൂവ് ചെയ്ത് ഫേഷ്യൽ ഹെയർസൊക്കെ റിമൂവ് ചെയ്തിട്ടൊക്കെ പോകുമ്പോഴത്തേക്കും അതിൻ്റേതായ റിസൾട്ട് ഉണ്ടാവും. അതുപോലെ തന്നെയാണ് നമ്മൾ സാധാരണ വീട്ടിൽ മേക്കപ്പ് ഇപ്പോൾ ചെറുതായിട്ട് എന്തെങ്കിലും ഫംഗ്ഷന് പോവുകയാണ് അപ്പോഴും നിങ്ങൾ മേക്കപ്പ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇതൊക്കെ ചെയ്തിട്ട് വേണം നിങ്ങൾ അടുത്ത ദിവസം നിങ്ങൾ മേക്കപ്പൊക്കെ ചെയ്ത് പോകാനായിട്ട്. ഓക്കെ, സോ ഡെയിലി എക്സ്ഫോളിയേഷൻ ഞാൻ റെക്കമെൻഡ് ചെയ്യൂല. ഡെയിലി എക്സ്ഫോളിയേഷൻ ചെയ്യേണ്ട ആവശ്യമില്ല. ഞാനിപ്പോൾ ഇത് കാണിച്ചെന്ന് വെച്ചാൽ ഇതും ചെയ്യണം. 2 ആഴ്ചയിൽ ഒരിക്കലെങ്കിലും നിങ്ങളൊന്ന് എക്സ്ഫോളിയേറ്റ് ചെയ്യുക. ഓക്കെ, ട്വൈസ് എ വീക്കും ചെയ്യാം. ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ ആൽമണ്ട് സ്ക്രബൊന്നും എടുത്ത് നിങ്ങൾ ട്വൈസ് എ വീക്കൊന്നും ചെയ്യരുത്. ബിക്കോസ് ആൽമണ്ട് സ്ക്രബ് എന്ന് പറയുന്നത് ഇറ്റ്സ് വെരി ഹാർഷ്. നിങ്ങളുടെ സ്കിന്നിൽ ഭയങ്കര ഹാർഷാണ് ആൽമണ്ട് സ്ക്രബ് എന്ന് പറയുന്നത്. നിങ്ങൾക്ക് മൈൽഡ് ആയിട്ടുള്ള സ്ക്രബാണെങ്കിൽ ട്വൈസ് എ വീക്കൊക്കെ യൂസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഫേഷ്യൽ സ്ക്രബ് ഞാൻ യൂസ് ചെയ്തു. ഇപ്പം എൻ്റെ സ്കിന്ന് വളരെയധികം സോഫ്റ്റാണ്. ഓക്കെ, അപ്പോൾ ഇനി ഞാൻ ചെയ്യാൻ പോകുന്നത് വേറെ ഒന്നുമല്ല, ഒരു മാസ്ക് അപ്ലൈ ചെയ്യാനായിട്ട് പോവാണ്. അപ്പോൾ ഷീറ്റ് മാസ്ക് നിർബന്ധമൊന്നുമല്ല. ഞാനിപ്പോൾ അത് അപ്ലൈ ചെയ്യാനുള്ള കാര്യം എന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞില്ലേ, എൻ്റെ സ്കിന്ന് നന്നായിട്ട് എൻ്റെ മോയ്സ്ചറൈസ്ഡ് ആയിരിക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ ഷീറ്റ് മാസ്ക് യൂസ് ചെയ്യാനായിട്ട് പോകുന്നത്. ഓക്കെ, അപ്പോൾ ഞാനിപ്പോൾ യൂസ് ചെയ്യുന്ന ഷീറ്റ് മാസ്ക് വന്നിട്ട് മിറബെല്ല എന്ന് പറഞ്ഞൊരു ബ്രാൻഡ് എന്നുള്ള ഷീറ്റ് മാസ്കാണ്. ക്യാരറ്റ് ഫെയർനെസ് ഫേഷ്യൽ മാസ്ക്. ഓക്കെ, ഇപ്പോൾ നിങ്ങൾക്ക് ഫേസ് മാസ്ക് അപ്ലൈ ചെയ്യാൻ ഇപ്പോൾ ഈ ഷീറ്റ് മാസ്ക് ഇല്ലയെന്നുണ്ടെങ്കിൽ അടുത്ത സ്റ്റെപ്പിലോട്ട് പോയാൽ മതി. ഓക്കെ, അപ്പോൾ ഡെയിലി നമുക്കിങ്ങനെ ഷീറ്റ് മാസ്ക് അത് എന്നൊക്കെ ഇപ്പോൾ നമുക്ക് ചെയ്യാനൊന്നും പറ്റില്ല. ഇതെന്ന് പറയുന്നത് നിങ്ങൾക്ക് ആഴ്ചയിൽ ഒരിക്കലെങ്കിലും നിങ്ങൾക്ക് നിങ്ങളുടെ ഫേസിന് വേണ്ടി ട്രൈ ചെയ്യാൻ പറ്റിയ കുറച്ച് സ്റ്റെപ്സാണ്. ഇപ്പോൾ ഈ ഷീറ്റ് മാസ്കിൻ്റെ അകത്ത് ഇനിയും പ്രോഡക്റ്റ് ഉണ്ട് കേട്ടോ. ഇത് വേണമെങ്കിൽ നിങ്ങൾക്ക് കഴുത്തിൽ അപ്ലൈ ചെയ്യാം, കയ്യിൽ അപ്ലൈ ചെയ്യാം, എവിടെ വേണമെങ്കിലും അപ്ലൈ ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇത് ഞാനൊരു 10 മിനിറ്റ്സ് വെച്ചതിന് ശേഷം ഞാനിതൊന്ന് റിമൂവ് ചെയ്ത് കളയും. അതിന് ശേഷം നമുക്ക് അടുത്ത സ്റ്റെപ്പിലോട്ട് പോവാം. ഓക്കെ, അപ്പോൾ 10 മിനിറ്റ് കഴിഞ്ഞു. ഞാനിപ്പോൾ ഫേസിൽ നിന്ന് നമ്മുടെ ഷീറ്റ് മാസ്ക് റിമൂവ് ചെയ്തിട്ട് നമ്മുടെ അതിനുണ്ടായിരുന്ന ആ ഒരു സീറം ഇല്ലേ, അത് ജസ്റ്റ് ഫേസിൽ നന്നായിട്ട് ഒന്ന് റബ്ബ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ നന്നായിട്ട് തന്നെ ഫേസിൽ അബ്സോർബ് ആവും. മാത്രമല്ല നമുക്ക് നല്ലൊരു എന്താ പറയുക, മോയ്സ്ചറൈസ്ഡ് ഹൈഡ്രേറ്റഡ് ആയിട്ടുള്ളൊരു സ്കിന്ന് നമുക്ക് കിട്ടും. ഓക്കെ, അപ്പോൾ നമ്മുടെ സ്കിന്ന് ഓൾമോസ്റ്റ് പ്രെപ്പായിക്കൊണ്ടിരിക്കുകയാണ്. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത്, ഇത് പറയാനായിട്ടപ്പോൾ എനിക്ക് എന്താ പറയുക, നമ്മൾ ഓൾമോസ്റ്റ് റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇനി നമുക്ക് അടുത്തത് ഫുഡ് കഴിക്കുക എന്ന് പറയണ പോലെയാണ് ഓൾമോസ്റ്റ് പ്രെപ്പായിക്കൊണ്ടിരിക്കുക എന്ന് പറയണത്. ഓക്കെ, ഞാനിനി ലിപ്സിൽ കുറച്ച് മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്യാനായിട്ട് പോകണം. മോയ്സ്ചറൈസർ എന്ന് പറയുന്നത് ആസ് യൂഷ്വൽ ഞാൻ എപ്പോഴും അപ്ലൈ ചെയ്യുന്ന പോലെ തന്നെ വാസ്ലിനാണ്. ഞാൻ വേറെ മോയ്സ്ചറൈസേഴ്സ് അങ്ങനെ യൂസ് ചെയ്യാറില്ല. ബിക്കോസ് ഇതെനിക്ക് നന്നായിട്ട് വർക്ക് ആവുന്നുണ്ട്. ഞാൻ യൂസ് ചെയ്തിടത്തോളം എനിക്ക് ഇതാണ് ഏറ്റവും കൂടുതൽ വർക്കായിട്ടുള്ളത്. സോ അതുകൊണ്ട് ഞാൻ ഇത് തന്നെ അപ്ലൈ ചെയ്തു. ഓക്കെ, ഇനി ഞാൻ അപ്ലൈ ചെയ്യാൻ പോകുന്നത് നമ്മുടെ ഫേസ് മിസ്റ്റാണ്. പ്ലമ്മിൻ്റെ റിവൈറ്റലൈസിങ് ഫേസ് മിസ്റ്റ്. ഓക്കെ, നിങ്ങൾക്ക് വേണമെങ്കിൽ ടോണറും അപ്ലൈ ചെയ്യാം. ടോണറാണ് അപ്ലൈ ചെയ്യേണ്ടത്. ഇതിപ്പോൾ ഞാൻ ഫേസ് മിസ്റ്റാണ് അപ്ലൈ ചെയ്യുന്നത്. ഇനി കുറച്ച് നേരം ഒന്ന് വെയിറ്റ് ചെയ്യാം. കാരണം ഇതൊന്ന് തനിയെ അബ്സോർബ് ആയിക്കോളൂ കേട്ടോ. നമ്മൾ ടിഷ്യൂ പേപ്പറൊന്നും അപ്ലൈ ചെയ്യേണ്ട, വെച്ച് ഇത് ഒപ്പിയെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. തനിയെ തന്നെ അതങ്ങ് അബ്സോർബ് ആയി പൊക്കോളും. അതിന് ശേഷം നമ്മൾ എന്താ ചെയ്യാൻ പോകണമെന്ന് വെച്ചാൽ മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്യണം. അപ്പോൾ ഞാനൊന്ന് കുറച്ച് നേരം വെയിറ്റ് ചെയ്യട്ടെ. നമ്മുടെ ഫേസ് മിസ്റ്റ് അബ്സോർബ് ആയിപ്പോയി. ഇനി ഞാൻ സിംപിളിൻ്റെ മോയ്സ്ചറൈസറാണ് യൂസ് ചെയ്യുന്നത്. ഇത് വന്നിട്ട് സെൻസിറ്റീവ് സ്കിന്നാർക്കും കോമ്പിനേഷൻ സ്കിന്നാർക്കും ഒക്കെ യൂസ് ചെയ്യാൻ പറ്റിയ, ഓയിലി സ്കിന്നാർക്കൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയ നല്ലൊരു മോയ്സ്ചറൈസറാണ്. ബിക്കോസ് ഇതിനകത്ത് ഫ്രേഗ്രൻസ് ഇല്ല, പ്രത്യേകിച്ച് മണവും കാര്യങ്ങളും ഒന്നുമില്ല. മണമുള്ളത് ഇഷ്ടമല്ല. ബിക്കോസ് ഫ്രേഗ്രൻസ് എന്ന് പറയുന്നത് ഇറ്റ്സ് എ കെമിക്കൽ. അപ്പം നമ്മൾ സ്കിൻ കെയറിൽ ഫ്രേഗ്രൻസിൻ്റെ ആവശ്യമില്ല സത്യം പറഞ്ഞാൽ. ചിലർക്കത് അലർജീസ് ഉണ്ടാക്കും. സോ ഫ്രേഗ്രൻസ് ഇല്ലാത്ത, ഇപ്പം നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഇപ്പം ഇപ്പോൾ സ്കിൻ കെയർ എടുക്കുന്ന മിക്ക കമ്പനീസും നേരത്തെ മണമുള്ള പ്രൊഡക്റ്റാണ് ഇറക്കിയിരുന്നെങ്കിൽ ഇപ്പോൾ അവർ ഇറക്കണ എല്ലാം ഫ്രേഗ്രൻസ് ഫ്രീ ആയിട്ടുള്ള പ്രോഡക്റ്റ്സാണ്. ഓക്കെ,
അപ്പോൾ ക്ലീൻ മേക്കപ്പ് ലുക്ക് ആയതുകൊണ്ട് തന്നെ നമുക്ക് അങ്ങനെ അധികം ഐ ഷാഡോസിൻ്റെയോ അങ്ങനത്തെ കാര്യങ്ങളതിൻ്റെ ആവശ്യമില്ല. ഓക്കെ, ഭയങ്കര ക്ലീൻ ലുക്കായിരിക്കും. പാടുകളൊക്കെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മളതൊക്കെ ഒന്ന് ഹൈഡ് ചെയ്തിട്ടുള്ളൊരു ലുക്കാണ് നമ്മൾ ചെയ്യാനായിട്ട് പോകുന്നത്. ഓക്കെ, അപ്പോൾ ഞാനിപ്പോൾ മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്തു, കുറച്ച് നേരം ഒന്ന് വെയിറ്റ് ചെയ്തു. ഇനി ഞാൻ ചെയ്യാൻ പോണത് ഒരു പ്രൈമർ വാട്ടർ അപ്ലൈ ചെയ്യാനായിട്ട് പോവാണ്. സ്മാഷ് ബോക്സിൻ്റെ പ്രൈമർ വാട്ടർ അപ്ലൈ ചെയ്യാനായിട്ട് പോവാണ്. അപ്പോൾ ഈ ഒരു ക്ലീൻ മേക്കപ്പ് ലുക്കിന് ഞാൻ ഫൗണ്ടേഷൻ അപ്ലൈ ചെയ്യുന്നില്ല, കൺസീലറാണ് അപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ കൺസീലറിന് വേണ്ടിയിട്ട് ഞാൻ യൂസ് ചെയ്യുന്നത് മേബ്ലിൻ്റെ ഇൻസ്റ്റൻറ്റ് ഏജ് റിവൈൻഡ് ഇറൈസർ കൺസീലറാണ് ഈ ഒരു പ്രോഡക്റ്റ്. ഇതെൻ്റെ എക്സാക്റ്റ് ഷെയ്ഡാണ്. 2 ഷെയ്ഡ് ലൈറ്റർ അങ്ങനെയൊന്നുമല്ല, എൻ്റെ ഏകദേശം എക്സാക്റ്റ് ഷെയ്ഡ് തന്നെയാണ്. സോ ഇത് ഇപ്പോൾ എനിക്കിവിടെ കുറച്ച് പാടുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ അണ്ടർ ഏരിയയിൽ ഞാൻ അപ്ലൈ ചെയ്യുന്നുണ്ട്. ഈ ഒരു ഏരിയയിൽ എവിടെയൊക്കെയാണോ എനിക്കൊരു ചെറിയ ഡിസ്കളറേഷൻ തോന്നുന്നത് അവിടെയൊക്കെ ജസ്റ്റ് ഒന്ന് അപ്ലൈ ചെയ്തേക്കും. ഫേസ് ഫുള്ളായിട്ടുള്ളൊരു ആപ്ലിക്കേഷൻ അല്ല, എന്നാലും അത്യാവശ്യം അപ്ലൈ ചെയ്തിരിക്കും. അപ്ലൈ ചെയ്ത് വരുമ്പോഴത്തേക്കും ഫേസ് ഫുള്ള് കാണും. ഓക്കെ, അപ്പോൾ ഞാൻ കൺസീലർ ചെയ്ത് കഴിഞ്ഞു. ഇനി ഞാൻ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ ഐബ്രോസാണ്. നമ്മുടെ ഐബ്രോസും ലിപ്സും ഒക്കെ നല്ല പോലെ എന്താ പറയുക ചെയ്തിരിക്കണം. ബിക്കോസ് വേറെ ഒരു കാര്യങ്ങൾ നമ്മുടെ കണ്ണിലായാലും ഒക്കെ അധികം പ്രോഡക്റ്റ്സ് അങ്ങനെ അപ്ലൈ ചെയ്യില്ല. ഓക്കെ, അപ്പോൾ ഐബ്രോസ് ചെയ്യാനായിട്ട് ഞാൻ യൂസ് ചെയ്യുന്നത് വെറ്റ് n വൈൽഡിൻ്റെ ഐബ്രോ കിറ്റാണ്. അപ്പോൾ ഇനി കുറച്ച് സ്റ്റെപ്സും കൂടെ ഉള്ളൂ. അത് കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ മേക്കപ്പ് ലുക്ക് അത്യാവശ്യം കംപ്ലീറ്റ് ആവും. ഐബ്രോസ് ഞാൻ ചെയ്ത് കഴിഞ്ഞു, ജസ്റ്റ് ഒന്ന് ഫിൽ ചെയ്ത് കൊടുത്തു. ഇനി ഞാൻ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടുള്ളൊരു പ്രോഡക്റ്റ് കാണിക്കാനായിട്ട് പോവുകയാണ്. ഇത് ജസ്റ്റ് ഹെർബ്സിൻ്റെ ലിപ്പ് ആൻഡ് ചീക്ക് ടിൻ്റാണ്. വളരെ നല്ലൊരു പ്രോഡക്റ്റാണ്, ലൈറ്റ് വെയ്റ്റ് ആണ്, ഡെയിലി വെയർ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റിയൊരു പ്രോഡക്റ്റാണ്. ഓക്കെ, ലിപ്സിൽ ഞാൻ അധികം അങ്ങനെ യൂസ് ചെയ്യാറില്ല, ബട്ട് ഫോർ ചീക്സ് ആൻഡ് ഐ ഷാഡോ ആയിട്ട് ഞാനിത് വളരെയധികം യൂസ് ചെയ്യാറുള്ളൊരു പ്രോഡക്റ്റാണ്. ഓക്കെ, അപ്പോൾ ഇത് ഞാൻ കയ്യിൽ കുറച്ച് ഇങ്ങനെ എടുത്തിട്ട് ഐ ഷാഡോ ആയിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കാൻ പോവാണ്. നിങ്ങൾക്ക് ഡിഫറൻസ് മനസ്സിലാവുന്നുണ്ടല്ലോ. ഒരു നാച്ചുറൽ ലുക്കാണ് കൊണ്ടുവരുന്നത്. ഇങ്ങനെ നമ്മൾ എന്തെങ്കിലും വാരി വലിച്ച് ഇട്ട പോലെയൊന്നും തോന്നത്തില്ല, ഒരു നാച്ചുറൽ ലുക്കായിരിക്കും. ഒരു സൺ കിസ്ഡ് ലുക്ക് പോലെയാണ് ഞാൻ ചെയ്തിരിക്കുന്നത്. കാരണം ഇവിടെയും ഞാൻ അപ്ലൈ ചെയ്യുന്നുണ്ട്, മൂക്കിലും അപ്ലൈ ചെയ്യുന്നുണ്ട്. ഇനി ഞാൻ ഇവിടെ അപ്ലൈ ചെയ്തിട്ട് നിങ്ങൾക്ക് ഡിഫറൻസ് മനസ്സിലാവുന്നെന്ന് വിചാരിക്കുന്നു. അപ്പോൾ കണ്ണിൻ്റെ മേലെ ഞാൻ കുറച്ച് ഈ വാട്ടർ ലൈനിൽ കുറച്ച് കാജൽ അപ്ലൈ ചെയ്യാനായിട്ട് പോവാണ്. അപ്പോൾ അടുത്ത് ഞാൻ അപ്ലൈ ചെയ്യാൻ പോകുന്നത് മസ്കാരയാണ്. ഓക്കെ, മസ്കാര ഒഴിച്ചുകൂടാൻ പറ്റാത്തൊരു സംഭവമാണ്. സോ മസ്കാര തീർച്ചയായിട്ടും അപ്ലൈ ചെയ്തിരിക്കണം. അപ്പോൾ ഇപ്പോൾ ഞാൻ യൂസ് ചെയ്യുന്നത് ഒരു പുതിയൊരു പ്രൊഡക്റ്റാണ്, എസൻസിൻ്റെ വോളിയൂം ബൂസ്റ്റ് ബിഗ് ലാഷസ് മസ്കാര. ഇനി ഞാൻ അപ്ലൈ ചെയ്യാൻ പോകുന്നത് ലിപ്സ്റ്റിക്കാണ്. അപ്പോൾ ലിപ്സ്റ്റിക്കിന് വേണമെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു പ്രോഡക്റ്റ് യൂസ് ചെയ്യാം. ഇതിപ്പോൾ ഞാൻ യൂസ് ചെയ്യുന്നില്ല. ഞാൻ ഇപ്പോൾ യൂസ് ചെയ്യുന്നത് ഒരു ന്യൂഡ് ലിപ്സ്റ്റിക്കാണ്. ഇത് വന്നിട്ട് ലാക്മേ ന്യൂഡ് ഡസ്റ്റ് എന്ന് പറഞ്ഞൊരു ഷെയ്ഡാണ്, ലാക്മേ എന്ന് പറഞ്ഞ ബ്രാൻഡ് എന്നുള്ള. കഴിഞ്ഞ വീഡിയോ നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ അതിലും ഞാൻ ഈ ഒരു ലിപ്സ്റ്റിക്കാണ് യൂസ് ചെയ്തത്. ഓക്കെ, അപ്പോൾ നമ്മുടെ മേക്കപ്പ് ലുക്ക് ഏകദേശം കംപ്ലീറ്റ് ആയി. ഓക്കെ, അപ്പോൾ നിങ്ങൾ കുറച്ചും കൂടെ ഡീപ്പ് ടോൺ ആണെങ്കിൽ ഇതുപോലെ തന്നെ ലിപ്സ്റ്റിക്ക് കുറച്ചും കൂടെ ഡീപ്പായിട്ടുള്ള ലിപ്സ്റ്റിക്സ് എടുത്താൽ മതി. ഡീപ്പ് റെഡ് അങ്ങനത്തെ കുറച്ച് ഡീപ്പായിട്ടുള്ള കളേഴ്സ് എടുത്താൽ മതി. ഇതുപോലുള്ള കളേഴ്സ് യൂസ് ചെയ്താൽ നിങ്ങൾ ഭയങ്കര വാഷ് ഔട്ടായിട്ട് തോന്നും. സോ അതുകൊണ്ട് കുറച്ചും കൂടെ ഡാർക്ക് കളേഴ്സ്, നമ്മൾ സാധാ പറയാം ഡാർക്ക് കളേഴ്സ് ചൂസ് ചെയ്താൽ മതി. ഓക്കെ, പക്ഷെ അത് ലൈറ്റായിട്ട് മാത്രമേ അപ്ലൈ ചെയ്ത് കൊടുക്കുക. കാരണം നമ്മൾ ഡീപ്പ് ടോൺ ആണെങ്കിൽ ഡാർക്ക് കളേഴ്സ് അപ്ലൈ ചെയ്യുമ്പോൾ അധികം ഇങ്ങനെ ഭയങ്കരമായിട്ട് ഇങ്ങനെ എടുത്ത് കാണിക്കില്ല, സാധാരണ രീതിയിൽ എടുത്ത് കാണിക്കാറുള്ളൂ. സോ അതനുസരിച്ച് നിങ്ങൾക്ക് പ്രോഡക്റ്റ് ട്രൈ ചെയ്ത് നോക്കാം. ഓക്കെ,
അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും വീഡിയോ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സും ഫാമിലിയൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക, ഫോളോ അല്ല സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, എന്തെങ്കിലും സജഷൻസ് ഒക്കെ ഉണ്ടെങ്കിൽ താഴെ വന്നിട്ട് കോമെൻറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ വേറെ ടോപ്പിക്കായിട്ട് കാണാം. ടിൽ ദെൻ ടേക്ക് കെയർ, ബൈ.